പാലാ ബിഷപ്പ് കുറുവ സംഘത്തിന്റെ പിടിയിൽ. മെത്രാനെതിരെ വിശ്വാസികളുടെ രൂക്ഷ വിമർശനം. ഇതൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ. നേരെ മറിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന, ആ പാർട്ടിയുടെ ആശയപ്രചരണങ്ങൾക്ക് പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന ഒരു യൂട്യൂബ് വാർത്താ മാധ്യമം പുറത്തുവിട്ട വീഡിയോയുടെ തലക്കെട്ടാണ്. ഈ വീഡിയോയിൽ ഉടനീളം ബിഷപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഏറ്റവും അപലപനീയമായ സാമ്പത്തിക ആരോപണങ്ങൾ വരെ പാലാ ബിഷപ്പിനെതിരെ ഈ വീഡിയോയിൽ ഉന്നയിക്കുന്നുണ്ട്. പതിറ്റാണ്ടുകളായി കേരളത്തിലെ കത്തോലിക്ക സഭാ നേതൃത്വവുമായും പ്രത്യേകിച്ച് പാലാ രൂപതാ നേതൃത്വവുമായി ഏറ്റവും ബന്ധം പുലർത്തുന്ന രാഷ്ട്രീയ പാർട്ടി KM മാണിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ്. മകൻ ജോസ് കെ മാണി പാർട്ടിയെ നയിക്കാനെത്തിയപ്പോഴും ഈ സ്ഥിതിക്ക് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നിരവധി തവണ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ പരന്നപ്പോഴും ബിഷപ്പുമാരാണ് ഈ നീക്കത്തിന് മധ്യസ്ഥതം വഹിക്കുന്നത് എന്ന് വരെ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ മാണി ഗ്രൂപ്പിന്റെ അണികളെ പോലും അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബിഷപ്പിനെതിരെ ഗുരുതര സൈബർ ആക്രമണം കേരള കോൺഗ്രസ് സൈബർ കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്നത്. ഈ വീഡിയോ മാത്രമല്ല, അപകീർത്തികരമായ വാട്സപ്പ് സന്ദേശങ്ങൾ ഉൾപ്പെടെയാണ് ഈ സൈബർ ആക്രമണത്തിന് വേണ്ടി ഇത്തരം കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്നത്. ഇവരെ പ്രകോപിപ്പിച്ചത് പാലാ സെന്റ് തോമസ് കോളേജിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ 27-ാം തീയതി സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ, ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ മുഖ്യ സംഘാടകൻ ഡിജോ കാപ്പൻ എന്ന വ്യക്തിയാണെന്നുള്ളതാണ്. പാലാ MLA മാണി സി കാപ്പന്റെ അകന്ന ഒരു ബന്ധു കൂടിയാണ് ഇദ്ദേഹം. ഡിജോ കാപ്പൻ മാണി ഗ്രൂപ്പിലൂടെ സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചയാളാണ്. എന്നാൽ 27 വർഷമായി മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ ഉപേക്ഷിച്ച് പൊതുപ്രവർത്തന രംഗത്ത് കൺസ്യൂമർ ഫോറം പോലുള്ള വേദികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തി വരുന്നയാളാണ്. 22 വർഷമായി സെന്റ് തോമസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷന്റെ മുഖ്യ സംഘാടകനും ഭാരവാഹിയും പ്രവർത്തകനുമാണ് ഡിജോ കാപ്പൻ. എന്നാൽ കാപ്പൻ കുടുംബത്തിൽ നിന്ന്, തങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ പാലാ സെന്റ് തോമസ് കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ സംഘാടകനായി നിയമിച്ചതാണ് കേരള കോൺഗ്രസ് സൈബർ വൃത്തങ്ങളെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. രാജാവിനേക്കാൾ വലിയ ഇവരുടെ രാജഭക്തി യഥാർത്ഥത്തിൽ പാർട്ടിയുടെ അധപതനത്തിലേക്കാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇത് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ മാറുന്ന സംസ്കാരത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. ഏതാനും നാളുകളായി, കൃത്യമായി പറഞ്ഞാൽ 2021 പൊതു തിരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് അവരുടെ രാഷ്ട്രീയ എതിരാളികളെ, അവരോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ, അത്തരക്കാരുടെ കുടുംബങ്ങളെയെല്ലാം വ്യാപകമായി അധിക്ഷേപിച്ചുകൊണ്ടും അസഭ്യം പറഞ്ഞുകൊണ്ടുമുള്ള സൈബർ ക്യാമ്പയിൻ നടത്തുന്ന പ്രവണത കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വളരെ സജീവമാകുകയാണ്. ഇവിടെ ശ്രദ്ധ ചെലുത്തേണ്ടത് ജോസ് കെ മാണി തന്നെയാണ്. അദ്ദേഹം നേരിട്ടിടപെടണം. KM മാണിയെ പോലെ തന്നെ ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്തണം, ഇല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്താക്കണം. അത് സംഭവിച്ചില്ല എങ്കിൽ പാർട്ടിയുടെ സർവനാശത്തിലേക്കാവും കാര്യങ്ങളുടെ പോക്ക്. ഈ ചിന്ത മാത്രം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.